നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ പുതിയതായി ചേർന്ന സന്നദ്ധ പ്രവർത്തകർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിശോധനയിൽ കഞ്ചാവ് മിഠായിയുമായി 2 പേർ അറസ്റ്റിൽ. കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സംഗമം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുടുംബശ്രീ CDS ചെയർപേഴ്സൺ AR രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. തണൽ സംഘടനയുടെ പ്രസിഡന്റ് MO ഡേവിഡ്, സെക്രട്ടറി TK പുരുഷോത്തമൻ എന്നിവർ പഴമയുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ചടങ്ങിന് വൈസ് ചെയർപേഴ്സൺ ജിഷ ഷിജു, ഉപജീവന ഉപസമിതി കൺവീനർ ശ്യാംഭവി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, CDS മെമ്പർമാർ, വയോജന അയൽക്കൂട്ടങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. തിരിച്ചു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംസാരവും ഇടപെടലും ഒന്നിച്ചിരിക്കലുമാണ് സർക്കാർ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിർബന്ധിതമായി ഉത്തരവിലൂടെ ചെയ്യേണ്ടി വന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത അല്ലെ. 1997 അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ തൊട്ടടുത്ത വർഷമായ 98 മലപ്പുറത്ത് വെച്ചാണ് കുടുംബശ്രീ കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഭൂരിപക്ഷം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ പുതിയതായി ചേർന്ന സന്നദ്ധ പ്രവർത്തകർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിശീലന ക്ലാസ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് നഴ്സ് ലേഖ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുധ TG എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ CB കവിതയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ TG സുധ, MLSP ഷേർലി, പാലിയേറ്റീവ് നഴ്സുമാരായ സിജി, ലേഖ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകി. മുഖ്യമന്ത്രി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും അധ്യക്ഷന്മാരെയും മൊബൈലിലൂടെ നേരിട്ട് കണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തും നിലവിലുള്ള സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് കമ്മിറ്റികൾ യഥാസമയം കൂടി തീരുമാനമെടുത്ത കാര്യങ്ങൾ നിർദ്ദേശം കഴിഞ്ഞ മാസം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നിലവിലുള്ള സിസ്റ്റം എന്താണോ അത് പരിശോധിക്കുകയും ആളൂർ സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ആളൂർ പൊരുന്നുകുന്ന് സ്വദേശി പൊന്മനിശ്ശേരി വീട്ടിൽ 36 വയസ്സുള്ള ജിൻഡോ ജോണിയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, ഇയാളുടെ അനുജൻ കുഞ്ഞുമല്ലു എന്ന അരുൺ, ആളൂർ സ്വദേശി കൈനാടത്തുപറമ്പിൽ ജെനിൻ, ആളൂർ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക് എന്നിവരെ കൃത്യം നടന്ന സ്ഥലത്തേക്ക് വാഹനത്തിലെത്തിച്ച് കൃത്യത്തിനു ശേഷം ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് ജിൻഡോയെ ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ആളൂർ സ്വദേശി വട്ടപ്പറപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ കൊടുവാളും ഇരുമ്പ് പൈപ്പുമായി അതിക്രമിച്ചു കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അമീഷിനെ വെട്ടുകയായിരുന്നു.
തടയാൻ ചെന്ന ചേട്ടൻ അജീഷിന്റെ ഇടത് കൈക്ക് വെട്ടേറ്റു, 2 വിരലുകൾ അറ്റുപോയി. ഗുരുതര പരിക്കേൽക്കുകയും അമീഷിനെ ഇരുമ്പുവടി കൊണ്ടടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അമീഷിനോട് ചെറിയ മല്ലൂന്ന് വിളിക്കുന്ന അരുൺ പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത്. ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, ഇയാളുടെ അനുജൻ അരുൺ, ആലൂർ സ്വദേശി കയനാടത്തുപറമ്പിൽ ജെനിൽ, ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM ബിനീഷ്, SI സുരേന്ദ്രൻ, CPOമാരായ ജിബിൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ചർച്ചിൽ മദ്യലഹരി വിരുദ്ധ ഞായർ ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 ദിവ്യബലിയിൽ ഫൊറോന വികാരി റവറന്റ് ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാന മധ്യേ KCBC കമ്മീഷൻ പുറത്തിറക്കിയ മദ്യലഹരി വിരുദ്ധ സർക്കുലർ വായിച്ചു. മദ്യലഹരി വിരുദ്ധ സമിതി അംഗങ്ങളുടെയും വിമുക്തി നേടിയവരുടെയും കാഴ്ച സമർപ്പണം, 5 വർഷമോ അതിലധികമോ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാത്ത വ്യക്തികളെ ആദരിക്കൽ, ലഹരി വിരുദ്ധ പോസ്റ്റർ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തുകയും ചെയ്തു. KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്യലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് നടന്നു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. KCBC മദ്യലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റ് സിജോ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. KCBC മദ്യലഹരി വിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി അന്തോണിക്കുട്ടി ചെതലൻ, സെക്രട്ടറി വിനോയ് മംഗലൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരക്കാട്ട്, മദർ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതിസ്, നടത്തുകൈക്കാരൻ ജോസ് മാത്യു ഊക്കൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാട്ടുകര, KCBC മദ്യലഹരി വിരുദ്ധ സമിതി രൂപതാ പ്രതിനിധി ലില്ലി ജോസഫ് എന്നിവർ സംസാരിച്ചു. ദിനാചരണമായി KCBC വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകമായ ദിവസമാണിത്. എല്ലാ വർഷവും കഴിഞ്ഞ 27 വർഷമായി KCBC മദ്യ ലഹരി വിരുദ്ധ കമ്മീഷൻ രൂപീകൃതമായിട്ട് അതിനുശേഷം എല്ലാ വർഷങ്ങളും ഇപ്രകാരം ഞായറാഴ്ച മദ്യലഹരി വിരുദ്ധ ഞായറാഴ്ചയായി ആചരിച്ച് വരികയാണ്. തീർച്ചയായും മദ്യത്തിൻ്റെ വിൽപ്പന തുടങ്ങിയ നാൾ മുതൽ തന്നെ അതിനെതിരായുള്ള പ്രതിഷേധങ്ങളും സമൂഹത്തിൽ അലയടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മദ്യവിരുദ്ധ പ്രവർത്തകൻ മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധി മാർഗത്തിലൂടെ ചലിക്കുന്നവർ മദ്യപാനത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യരുതെന്ന് ഗാന്ധിജി ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് വൻ തീപിടുത്തം. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ കുടുംബശ്രീ ജനകീയ ഹോട്ടലിലാണ് ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തമുണ്ടായത്. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. തിങ്കളാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. പാചകം ചെയ്യുന്നതിനിടെ പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് കാരണം. 2 തൊഴിലാളികൾ ഈ സമയം അടുക്കളയിലുണ്ടായിരുന്നു. തീ ഉയരുന്നത് കണ്ട് ഇവർ പുറത്തേക്കോടി, പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഹോട്ടലിലെ വയറിംഗ് കത്തിനശിച്ചു. ഫർണിച്ചറുകൾക്കും ടൈലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജും പഞ്ചായത്ത് അംഗങ്ങളും ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പഞ്ചായത്ത് ഓഫീസ്, സബ് ട്രഷറി തുടങ്ങിയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീ പടർന്നത് ആശങ്കയ്ക്കിടയാക്കി. കാരണം ഇവിടെ ആവശ്യത്തിന് കുട്ടികളെ എടുത്തുകൂടെ വെച്ചിട്ട് ഓരോന്നും കൊടുക്കാറ്. അപ്പോൾ പെട്ടെന്ന് കത്തി ശബ്ദം കേട്ട് എല്ലാവരും ഓടി പുറത്ത് കിടന്ന കാരണം ഒരു ആൾക്കും പരിധി പറ്റില്ല വൈകിട്ട്. പക്ഷേ ഇലക്ട്രിക്കൽ ലൈനും അതുപോലെ തന്നെ ഈ ഇതൊക്കെ കത്തിപ്പോയി. ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ഫ്ലെയിമായിരുന്നു. കൂടുതൽ ഭാഗത്തിൽ തീ കിടന്നാണ്. ഇവിടെ വാതിലുണ്ടായതുകൊണ്ട് ഇത് പൊട്ടി കിടന്നു. വെളുത്തെടുത്ത് നായർ വനിതാ സൊസൈറ്റി തൃശൂർ ജില്ലാ നേതൃയോഗം ചേർന്നു. VNSS സംസ്ഥാന പ്രസിഡന്റ് PK രാജപ്പൻ നായർ ഉദ്ഘാടനം ചെയ്തു. ദീപ സുനിൽ അധ്യക്ഷത വഹിച്ചു. VNSS ജില്ലാ ജനറൽ സെക്രട്ടറി സുബീഷ് സുകുമാരൻ, VNVS ഉപദേശക സമിതി അംഗം VR ജയേഷ്, VNVS ജില്ലാ ജനറൽ സെക്രട്ടറി നിഷ ജയേഷ്, ട്രഷറർ ബിന്ധ്യ സുരേഷ്, VC പുഷ്പ, സന്ധ്യ രവീന്ദ്രൻ, കവിത സുനിൽ എന്നിവർ സംസാരിച്ചു. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിശോധനയിൽ കഞ്ചാവ് മിഠായിയുമായി 2 പേർ അറസ്റ്റിൽ. കോടാലി പാറക്കടവിൽ നിന്ന് കോടാലി സ്വദേശി പോക്കാക്കിലത്ത് വീട്ടിൽ സീതി, താനത്തുപറമ്പിൽ അർഷാദ് എന്നിവരെയാണ് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 9 പാക്കറ്റ് കഞ്ചാവ് മിഠായിയുമായി പിടികൂടിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ്, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്.
ചാലക്കുടി മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള വലിയ വിളക്ക് ഭക്തിയുടെ നിറവിൽ ആഘോഷിച്ചു. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, പിറന്നാൾ സദ്യ, എഴുന്നള്ളിപ്പ്, 4 മണിക്ക് 75ഓളം കലാകാരന്മാർ അണിനിരന്ന പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിൽ കാഴ്ചശീവേലി, നിറമാല, ചുറ്റുവിളക്ക്, ചന്ദനം ചാർത്ത്, 8 മണിക്ക് പിറന്നാൾ സദ്യ, വിളക്കാചാര്യ, എഴുന്നള്ളിപ്പ്, മുടിക്കോട് ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, മാനസ ജപലഹരി ഭജന ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, കെ.ബി. മുരളീധരൻ, ഐ. സദാനന്ദൻ, ഇ. ആനന്ദകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവുത്സവത്തിന്റെ ഭാഗമായി സൌത്ത് ജംഗ്ഷനിലെ അലങ്കാര പന്തൽ വേറിട്ട കാഴ്ചയാണ്. വളരെ ലളിതമായി ചുരുങ്ങിയ ചെലവിലാണ് പന്തൽ നിർമ്മാണം. വൃന്ദാവനത്തിൽ നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണനെ പോലെയാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അലങ്കാര പൂക്കളും ചെടികളും എല്ലാം വെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. രമേശ് എലിഞ്ഞിപ്രയാണ് പന്തൽ നിർമ്മാണം നടത്തിയത്. പോട്ട സിഗ്നൽ ജംഗ്ഷൻ അടച്ചു. അപകട മരണങ്ങൾ തുടർക്കഥയായതോടെയാണ് സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായത്. ഗതാഗത മന്ത്രി സ്ഥലം സന്ദർശിച്ചപ്പോൾ ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടയ്ക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പരിസരവാസികളുടെ പ്രതിഷേധം അടയ്ക്കാതിരിക്കാൻ കാരണമായി. മന്ത്രിയുടെ നിർദ്ദേശം നടപ്പാക്കിയെങ്കിൽ അതിനുശേഷം നടന്ന 4 മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ദേശീയപാത അധികൃതരുടെയും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ദേശീയപാതയിലേക്കുള്ള 2 വശത്തെയും പ്രവേശനം അടച്ചു. RSS ചാലക്കുടി നഗർ ശാരീരിക് പ്രമുഖ് N.A. അനീഷ് മാർച്ച് 13-ാം തീയതി ഇവിടെ അപകടത്തിൽ മരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് BJPയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സിഗ്നൽ ജംഗ്ഷൻ അടച്ചു. പ്രതിഷേധത്തെ തുടർന്ന് MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരുടെയും ബസ് ഉടമകളുടെയും യോഗം വിളിച്ചുകൂട്ടിയ ശേഷമാണ് തിങ്കളാഴ്ച രാവിലെ പോട്ട ആശ്രമം റോഡിൽ നിന്നും ചാലക്കുടിയിൽ നിന്ന് വരുന്ന പഴയ ദേശീയപാതയിൽ നിന്നുള്ള പ്രവേശനം അടച്ചത്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സിഗ്നലിന്റെ സമയം കൂട്ടുന്ന കാര്യം ദേശീയപാത അധികൃതരുമായി സംസാരിച്ച് തീരുമാനിക്കുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. സിഗ്നൽ ജംഗ്ഷനിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞു. ടെൻഡർ നടപടികൾ പൂർത്തിയായി. മറ്റിടങ്ങളിലെ അടിപ്പാതയുടെ നിർമ്മാണത്തോടൊപ്പം ഇവിടെയും നിർമ്മാണം ആരംഭിക്കും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ ചെയർമാൻ എബി ജോർജ്, കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര, ലിബി ഷാജി, SHO സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവേശനം അടച്ചത്. കോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ വലിയ അപകടങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ജംഗ്ഷൻ അടച്ച് പൂട്ടണമെന്നൊരു അഭിപ്രായം കുറേ നാളുകളായിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു പകരം സംവിധാനം ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLAയും MP യും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു അടിപ്പാത അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് NHന്റെ അധികാരികൾ നമുക്ക് ഉറപ്പ്. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ കലാനിലയം ശ്രീജയുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ നൃത്ത കലകളുടെ ക്ലാസുകൾ ആരംഭിച്ചു. ഔപചാരിക ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി വെങ്ങണിശ്ശേരി പുരുഷോത്തമൻ തിരുമേനി നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് K. കൊച്ചുണ്ണി കർത്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ സ്വാഗതവും ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ നന്ദിയും അറിയിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ തുരുത്തുമൽ, ഭഗ്നി മണ്ഡൽ സെക്രട്ടറി ഷീല രാജൻ എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, കമ്മിറ്റി അംഗം ശൈലജൻ പാറമേക്കാട്, ഭഗ്നി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 8,215 രൂപ, പവന് 65,720 രൂപ.
സ്വരം നിലാവിനെ വെള്ളം ചാരുതയാ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ പുതിയതായി ചേർന്ന സന്നദ്ധ പ്രവർത്തകർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിശോധനയിൽ കഞ്ചാവ് മിഠായിയുമായി 2 പേർ അറസ്റ്റിൽ. കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിൽ മദ്യവിരുദ്ധ ഞായർ ആചരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.